അഹമ്മദാബാദ് ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സഹോദരങ്ങൾ വൈകുന്നേരം ഗുജറാത്തിലേക്ക് പോകും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ നിരവധി പേർ പുല്ലാട്ടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. രഞ്ജിതയുടെ മരണവാർത്തയറിഞ്ഞ് കുടുംബത്തെ കാണാനെത്തിയ മന്ത്രി വീണ ജോർജിനും സങ്കടം ഉള്ളിലൊതുക്കാനായില്ല. കുഞ്ഞ് മോന് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ അതിന് താഴെ മോളാണുള്ളത്. അമ്മ ക്യാൻസർ രോഗബാധിതയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ രണ്ടും അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വാസ്തവത്തിൽ രഞ്ജിത ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും അമ്മയും കുടുംബത്തെ ചേർത്ത് പിടിച്ച് സ്വപ്നങ്ങളുമായിട്ട് പോയത്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ അത് കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകും. ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും. സഹോദരങ്ങൾ രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനായി അഹമ്മദാബാദിലേക്ക് തിരിക്കും. ആവശ്യമെങ്കിൽ DNA പരിശോധന നടത്തും. DNA സാമ്പിളിംഗ് ആവശ്യമുണ്ടെങ്കിൽ DNA സാമ്പിൾ എടുത്തിട്ട് 72 മണിക്കൂറിനുള്ളിൽ ഫലം നൽകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അപ്പോൾ ആദ്യഘട്ടത്തിൽ ഐഡൻറ്റിഫിക്കേഷൻ സാധ്യമാകുമെങ്കിൽ അതിലൂടെ കണ്ടെത്താനായിട്ട് കഴിയും. അല്ലെങ്കിൽ DNA സാമ്പിൾ എടുത്ത് 72 മണിക്കൂറിന് ശേഷം അത് ഉള്ളിൽ ഫലം വന്ന് പിന്നീടായിരിക്കും ഇവിടെ എത്തിക്കുന്നതിനുള്ള നടപടികളൊക്കെ ഉണ്ടാവുക. അതിനനുസരിച്ച് ക്രമീകരിക്കും. കോന്നി MLA KU ജനീഷ് കുമാർ, ബസേലിയോസ് ജോസഫ് പ്രഥമൻ, കത്തോലിക്ക ബാവ തുടങ്ങിയവർ രഞ്ജിതയുടെ പുല്ലാട്ടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.